ഇന്നലെ ഞങ്ങളൊക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. സ്കൂളിൽ എത്തിയതും ജലീൽ സാറ് ബൈക്കിൽ നിന്ന് വീണ് ആക്സിഡൻ്റ് ആയി എന്നുള്ള ന്യൂസൊക്കെ കേൾക്കണം. പിന്നെ എന്തായി എന്നറിയാനായിട്ടുള്ളൊരു വെപ്രാളമായിരുന്നു. കുറേ ആളെ ഫോൺ വിളിക്കണു, ഫോൺ എടുക്കണില്ല. പിന്നെ അവർ ഫോണിലൂടെ എന്ത് നമ്മളെ സമാധാനിപ്പിച്ചിട്ടും നമുക്കൊരു സമാധാനം കിട്ടാത്തൊരു ഫീലായിരുന്നു. ഞങ്ങൾ അത്രയും ബോണ്ടുള്ള ആളുകളാണ്. പിന്നെ ഹോസ്പിറ്റലിലവർ വിളിച്ചു പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, കുറച്ച് മുറിവുള്ളൂ, 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ മാറും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ പിന്നെ നമ്മുടെ സെൻഡ് ഓഫ് ആയതുകൊണ്ട് നല്ല വൈകി പ്രോഗ്രാമൊക്കെ കഴിയാൻ. അപ്പോൾ ജലീൽ സാർ പറഞ്ഞു ഇന്ന് നിങ്ങൾ ചാടിപ്പറഞ്ഞ് ഇങ്ങോട്ട് പോരണ്ട, എനിക്കൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ഞാൻ ഇന്ന് സ്കൂൾക്ക് വരുന്നൊക്കെ മൂപ്പര് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നാളെ പോവാന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ ഞങ്ങൾ ഇന്നതാ അതിന് പോവാണ്. മൂപ്പര് വലിയ കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുള്ളതൊക്കെ അറിഞ്ഞതുകൊണ്ട് നമുക്കൊരു സമാധാനത്തിലാണ് പോകുന്നുണ്ടായിരുന്നത്. ഇന്ന് UP-ക്കാരുടെ പഠനോത്സവമായിരുന്നു. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇടയിൽ കുറച്ചൊരു 12 മണിക്ക് ലഞ്ച് ബ്രേക്കിൻ്റെയൊക്കെ ആ ഒരു സമയത്തായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ എവിടെയാണെങ്കിലും എന്തിനു പോവുകയാണെങ്കിലും അത് ആസ്വദിച്ചിട്ടേ പോവുള്ളൂ. ഇതിപ്പോൾ മൂപ്പര് എന്താണ് നടന്നതെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് വിവരിച്ച് തരികയാണ്. അങ്ങനെ കുറച്ചേരൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പെട്ടെന്നാണ് എന്നാൽ ഫെബിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞത്. ഫെബി ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചറാണ്, ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ പോണ വഴിക്കാണ് റിയാസ് സാറിൻ്റെ വീട്. അപ്പോൾ മോളോ ഷിഫാനും പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ടില്ല, വീട് ഞങ്ങൾക്ക് കാണണമെന്ന്. പെട്ടെന്ന് അവിടെ ഇറങ്ങി. ഈ മതിലിൻ്റെ അവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഷംനാക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അവിടെയും പോയി വീട് കാണാത്തവർ വീടൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഫെബിൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതിന് സ്കൂളിൽ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് എത്താനുള്ള ഒരു ധൃതിയായിരുന്നു. പിന്നെ വേഗം സ്കൂളിലേക്ക് വന്ന് ഫുഡ് കഴിച്ചു. സ്കൂളിൽ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു, നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഹയർ സെക്കൻഡറിക്കാരുടെ ഫെയർവെൽ, കണ്ണൂർ സീനത്തൊക്കെ വന്നവർ പൊളിച്ചെടുക്കണം. അപ്പോൾ അവിടെ പോയി ഒരു ക്ലിപ്പ് എടുത്ത് ഞങ്ങൾ നേരെ UP-ക്കാരുടെ പരിപാടി കാണാൻ വന്നു. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. മക്കളും ഞങ്ങളും പൊളിച്ചെടുക്കും.